ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഡാലിയ കളക്ഷൻസ്. ഞാൻ അഞ്ജു. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ക്ലിയറൻസ് സെയിൽ തന്നെയാണ്. സാരീസാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ഫസ്റ്റ് സാരി വരുന്നത് ഇതുപോലെ നല്ലൊരു ബ്ലാക്ക് കളറിലേക്ക് നല്ല പ്യുവർ കോട്ടണിൽ വരുന്ന സാരീസാണ് കേട്ടോ. ഇതാണ് ബോഡിയിലെ പ്രിന്റുകൾ പോകുന്നത്. ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ചെറിയൊരു ബോർഡർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ ചെറിയ ചെറിയ ഹാങ്ങിങ്സ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ക്യൂട്ടാണ് കാണാനായിട്ട്. രണ്ട് സൈഡിലേക്കും ആ ഒരു സെയിം ബോർഡർ ഇങ്ങനെ വരുന്നു. നല്ല കോട്ടൺ സാരിയാണ്. മുന്താണി വരുന്നത് ഇതുപോലെ ടാസൽസും ഇതുപോലെ കോർണേഴ്സിലും മാത്രമാണ് ടാസൽ അറ്റാച്ച് ചെയ്തേക്കുന്നത്. ബ്ലൗസ് പീസ് വരുന്നത് ഇതിനകത്ത് കോൺട്രാസ്റ്റ് ആയിട്ട് ഇതാ ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. വൺ സൈഡ് ഇതുപോലെ ബോർഡറും വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ അപ്പോൾ ഇതിന്റെ പ്രൈസ് ഡീറ്റെയിൽസ് എല്ലാം സ്ക്രീനിൽ തന്നെ ഉണ്ടാവും. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഡീറ്റെയിൽസ് എല്ലാം സ്ക്രീനിൽ രണ്ട് എമൗണ്ടും ഒറിജിനൽ പ്രൈസും ഓഫർ പ്രൈസും സ്ക്രീനിൽ തന്നെ ഉണ്ടാവും കേട്ടോ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ സാരി തന്നെയാണ്. നല്ലൊരു പിങ്കിന്റെയും ഒരു ബ്രൗൺ കളറിന്റെയും കോമ്പിനേഷനിലേക്ക് വരുന്നതിന്റെ പ്രിന്റുകളാണ്. നമുക്ക് നല്ല ഭംഗിയാണ്. ഇത് കണ്ടോ, എന്ത് രസമാണ് നോക്കിയാൽ കാണാനായിട്ട്. ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. ബോർഡർ രണ്ടും കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നു. അതിലേക്കും ആ ഒരു പ്രിന്റുകൾ പോകുന്നുണ്ട്. വൈറ്റ് ആണ് കളർ കോമ്പിനേഷൻ വരുന്ന പ്രിന്റുകളുടെ. ഇങ്ങനെയാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് പീസ് അവൈലബിൾ ആണ്. ബ്ലൗസ് പീസ് ഇതാ ഇതുപോലെ വരുന്നു. ബ്ലൗസ് പീസ് ബോർഡറിലേക്ക് ആ ഒരു പ്രിന്റുകൾ കൊടുക്കുന്നുണ്ട്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നമ്മൾ ആദ്യം കണ്ടതിന്റെ കുറച്ച് കളർ ചേഞ്ച് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ബേൺ ഓറഞ്ച് കളർ ഷെയ്ഡും ഒരു ഡാർക്ക് കോഫി ബ്രൗൺ കളർ ഷെയ്ഡുമാണ് വരുന്നത്. പ്രിന്റുകൾ വരുന്നത് ഇതുപോലെ. മുന്താണി വരുന്നതും കോൺട്രാസ്റ്റ് ആയിട്ട് തന്നെ ഇങ്ങനെയാണ്. ബ്ലൗസ് പീസ് വരുന്നത് ഇതുപോലെ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബനാറസി സാരിയാണ്. ജോർജറ്റ് ബനാറസിയാണ് വരുന്നത്. നല്ല ഭംഗിയായിട്ട് നമുക്കൊരു പാർട്ടി വെയറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാരി തന്നെയാണ്. ഇതുപോലെ ഒരു ആന്റി ഗോൾഡൻ ചെറിയ വീവിംഗ് ആണ് പോകുന്നത്. ബോഡിയിലേക്ക് ചെറിയ ബുട്ട വീവിംഗ് വരുന്നുണ്ട്. ഒത്തിരി ഓവർ ആയിട്ടുള്ള ബോർഡർ ഒന്നും അല്ല. നല്ല ഭംഗിയായിട്ട് ഉടുക്കാൻ അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള സാരിയാണ് കേട്ടോ. മുന്താണി വരുന്നത് ഇങ്ങനെയാണ്. ഇതാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് പീസും അവൈലബിൾ ആണ്. ബ്ലൗസ് പീസ് നല്ല ഹെവി ആയിട്ട് ബ്രോക്കേഡ് ബ്ലൗസ് ആണ് ചെയ്തേക്കുന്നത്. ഇങ്ങനെ അടുത്ത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു കോട്ട സാരിയാണ് കേട്ടോ. നല്ലൊരു വൈൻ കളർ ഷെയ്ഡിലേക്കാണ് വരുന്നത്. അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് രണ്ട് സൈഡിലേക്കും വരുന്ന ഈ ഒരു കട്ട് വർക്ക് ആണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടും ഫിനിഷിങ്ങിലും അതുപോലെ ഒരു സ്കാൽപ്പിന്റെ ഫിനിഷിങ്ങിന്റെ കൂടെ കൂടി ചെയ്തേക്കുന്ന നല്ല രസമുള്ള ഒരു കട്ട് വർക്ക് പാറ്റേൺ. ഒരു പിങ്കിന്റെ പീച്ചിന്റെയും കളർ കോമ്പിനേഷൻ അതിലേക്ക് കൊടുക്കുന്നുണ്ട്. ലൈറ്റ് വെയിറ്റ് ആണ് സാരി. വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാരി തന്നെയാണ്. മുന്താണി വരുന്നത് പോലെ എല്ലാ സൈഡ്സിലേക്കും ആ ഒരു കട്ട് വർക്കിന്റെ പാറ്റേൺ സൈഡ് ബോർഡർ പോകുന്നുണ്ട്. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് ബോഡി പ്ലെയിൻ ആയിട്ട് വന്നിട്ട് സാരിയിൽ വരുന്ന ആ സെയിം കട്ട് വർക്ക് തന്നെ ബ്ലൗസിന്റെ നമുക്ക് സ്ലീവിന്റെ ഒരു ബോർഡറിലേക്കും കിട്ടുന്നുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ. അടുത്ത നോക്കാം. നെക്സ്റ്റ് വരുന്ന ജോർജറ്റിൽ വരുന്ന സാരിയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡ്. നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളർ ഷെയ്ഡ്, പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡാണ്. ഇതിലേക്ക് ഈ ബുട്ട വീവിംഗ് പകരം മുഴുവൻ ത്രെഡ് ആണ് കേട്ടോ. ജെറിയുടെ വീവിംഗ് അല്ല, ഫുള്ള് ത്രെഡ് ആണ് പോകുന്നത്. വൺ സൈഡ് ബോർഡർ ഇതുപോലെ, ഓപ്പോസിറ്റ് ബോർഡർ കുറച്ചുകൂടി ചെറുതായിട്ട് വരുന്നു. ബോഡിയിലില്ല ഇതുപോലെ ആ ഒരു ബൂട്ട വീവിംഗും പോകുന്നുണ്ട്. നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സാരി തന്നെയാണ്. മുന്താണി വരുന്നത് ഇങ്ങനെയാണ്. ഹെവി ആയിട്ട് ആ ഒരു വീവിംഗ് പോകുന്നുണ്ട്. ടാസൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസും ഒരു ബ്രൊക്കേഡ് പാറ്റേണിലേക്ക് തന്നെയാണ് വരുന്നത്. നല്ല ഹെവി ആയിട്ട് ആ ഒരു ത്രെഡിന്റെ വീവിംഗ് ആണ് കേട്ടോ വരുന്നത്. അതിന്റെ വേറൊരു സാരി സെയിം കളർ ആൻഡ് സെയിം മെറ്റീരിയൽ സെയിം പ്രൈസുമാണ് വരുന്നത്. അതിൽ ഈ ബോഡിയിൽ വരുന്ന ഈ ബൂട്ടായിൽ മാത്രം ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും വേറെ ഡിഫറൻസ് ഒന്നും വരുന്നില്ല കേട്ടോ. ബോർഡറിലാണെങ്കിലും ബോഡിയിലാണെങ്കിലും വരുന്ന ബൂട്ട ഒരു വീവിങ്ങിന്റെ പാറ്റേൺ മാത്രമേ ഡിഫറെന്റ് ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇതിന്റെ രണ്ടെണ്ണം അവൈലബിൾ ആണ് കേട്ടോ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള മൊഡാൾ സാരിയാണ് കേട്ടോ. അതിനകത്ത് ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് കളർ ഷെയ്ഡ് വരുന്ന ബേൺ ഓറഞ്ച് കളറാണ്. ബേസ് ആയിട്ടൊരു ബ്ലാക്ക് കളറിലേക്ക് വരുന്നതിൻ്റെയൊക്കെ എല്ലാം ബാന്തിനി പ്രിന്റുകളാണ് പോകുന്നത്. നല്ല നിങ്ങൾക്കറിയാലോ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ. എങ്ങനെ വരുന്നു? മുന്താണി വരുന്നത് ഇതുപോലെ ഇങ്ങനെയാണ് വരുന്നത്. ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് ഇതാണ് കേട്ടോ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് സെമി സിൽക്ക് ഫാബ്രിക്കിൽ ബ്രൊക്കേഡ് ആയിട്ട് വരുന്ന സാരിയാണ് കേട്ടോ. നല്ലൊരു പീക്കോക്ക് ബ്ലൂ കളർ ഷെയ്ഡിലേക്കാണ് വരുന്നത്. യോക്കിലേക്ക് സാരിയുടെ ബോഡിയിലേക്കും ബോർഡറിലേക്കും ഇതുപോലെ ഒരു കോപ്പർ കളർ ജെറി വീവിംഗ് ആണ് കേട്ടോ പോകുന്നത്. ടോപ്പ് ബോർഡർ വളരെ ചെറുതായിട്ട് സിമ്പിൾ ആയിട്ട് തന്നെ വരുന്നു. മുന്താണി വരുന്നത് ഇങ്ങനെയാണ്. ബ്ലൗസ് പീസും അറ്റാച്ച്ഡ് ആണ്. ബ്രൊക്കേഡ് ബ്ലൗസ് ആണ് അതിലേക്ക് വരുന്നത്. ഇങ്ങനെ അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന നല്ലൊരു കോഫി ബ്രൗൺ കളർ ഷെയ്ഡിലേക്ക് സെമി സിൽക്ക് ഫാബ്രിക്കിലേക്കാണ് സാരി വരുന്നത്. ബോഡിയിൽ ഇതുപോലെ പ്രിന്റുകൾ പോകുന്നു. ബോർഡറിലേക്ക് ഇതുപോലെ രണ്ട് സൈഡിലേക്കും ഒരു സെൽഫായിട്ടുള്ള ത്രെഡ് പോയിട്ട് അതിലേക്ക് നല്ല ഭംഗിയായിട്ട് സ്വീക്കൻസസ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാണ് വരുന്നത്? മുന്താണി വരുന്നത് ഇതുപോലെ ടാസൽസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസിൽ ഇതുപോലെയാണ് പ്രിന്റുകൾ വരുന്നത്. സെയിം ബോർഡറും വരുന്നുണ്ട്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് സാരി വരുന്ന ഒരു സെമി സിൽക്കിലും ബ്രൊക്കേഡ് ആയിട്ട് വരുന്ന സാരിയാണ് കേട്ടോ. അതിൽ സിൽവർ ജെറി വീവിംഗ് ആണ് ഇതിലേക്ക് പോകുന്നത്. നല്ലൊരു ബ്രിക്ക് റെഡ് ആണ് കളർ ഷെയ്ഡ് വരുന്നത്. നല്ല ഹെവി ആയിട്ട് അതിന്റെ വീവിംഗ് ഇങ്ങനെ പോകുന്നുണ്ട്. രണ്ട് സൈഡിലേക്കും ബോർഡറോട് കൂടിയിട്ടാണ് വരുന്നത്. കോൺട്രാസ്റ്റ് ആയിട്ടാണ് അതിന്റെ മുന്താണി വരുന്നത്. ഇങ്ങനെയാണ് കേട്ടോ. അതിലേക്കും ആ ഒരു സെയിം വീവിംഗ് തന്നെ പോകുന്നുണ്ട്. ടാസൽസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസും കോൺട്രാസ്റ്റ് ആയിട്ട് തന്നെ വരുന്നു. ഇങ്ങനെ ഇത്രയും സാരീസാണ് നമ്മുടെ ഇന്നത്തെ ഓഫർ വീഡിയോയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഡിസ്പ്ലേയിൽ 3 നമ്പേഴ്സ് അവൈലബിൾ ആണ്. ഏതെങ്കിലും നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അതുപോലെ സ്റ്റിച്ചിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതൊന്നുകൂടെ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യണേ. അതുപോലെ ഓഫർ വീഡിയോ ആയതുകൊണ്ട് തന്നെ റിട്ടേണോ എക്സ്ചേഞ്ചോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. താങ്ക്